നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. മനുഷ്യക്കടത്തിലെ തെളിവുകൾ തേടി. മുനമ്പത്ത് നിന്നും ബോട്ടിൽ ന്യൂസിലാൻഡിലേക്ക് പോയ സംഘത്തിലെ 80ഓളം പേർ ചോറ്റാനിക്കരയിലും താമസിച്ചിരുന്നതായി സ്ഥിരീകരിച്ചു പോലീസ്. 5 ലോഡ്ജുകളിലായിട്ടാണ് ഇവർ താമസിച്ചത്. അതേസമയം പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഡൽഹി സ്വദേശി പ്രഭുവിനെയും ബോട്ടുടമ അനിൽകുമാറിനെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മുനമ്പത്തു നിന്നും ന്യൂസിലൻഡിലേക്ക് കടന്ന 230 അംഗ സംഘത്തിലെ 80 പേരാണ് ചോറ്റാനിക്കരയിലെ ലോഡ്ജുകളിൽ താമസിച്ചത്. കഴിഞ്ഞ 24-ാം തീയതി ചോറ്റാനിക്കരയിലെത്തിയ ഇവർ ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന ലോഡ്ജുകളിൽ ഈ മാസം 4-ാം തീയതി വരെയാണ് താമസിച്ചത്. സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നുവെന്നും ഇവർ ഡൽഹി, തമിഴ്നാട് സ്വദേശികളായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബോട്ടുടമ അനിൽകുമാറിനെയും ഡൽഹിയിൽ നിന്നും പിടിയിലായ പ്രഭുവിനെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. IG അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തത്. അനിൽകുമാറിനെയും പ്രഭുവിനെയും ചോദ്യം ചെയ്ത് ലഭിക്കുന്ന നിർണായക വിവരങ്ങളിലൂടെ മുഖ്യ കണ്ണികളിലേക്ക് എത്താനാവുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. എന്നാൽ പ്രഭു ഈ കണ്ണിയിലെ അംഗമാണെന്ന് പോലീസ് ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല. അതിനാലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താത്തത്. കസ്റ്റഡിയിലുള്ളവർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മറ്റു ചില ഇടനിലക്കാരെ കൂടി ചോദ്യം ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വീണ്ടും പ്ലാച്ചിമട. പ്ലാച്ചിമട ട്രിബ്യൂണൽ ബിൽ യാഥാർത്ഥ്യമാകാത്തതിനെതിരെ വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങി സമരസമിതി. ന്യൂനതകൾ പരിഹരിച്ച് പ്ലാച്ചിമട ബിൽ വീണ്ടും അവതരിപ്പിക്കുമെന്ന സംസ്ഥാന സർക്കാർ വാഗ്ദാനം നടപ്പിലാകാത്തതാണ് തുടർ പ്രക്ഷോഭം നടത്താൻ കാരണം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജനുവരി 24-ന് സമരസമിതി യോഗം ചേരും. പ്ലാച്ചിമട ട്രിബ്യൂണൽ ബിൽ രാഷ്ട്രപതി അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ന്യൂനതകൾ പരിഹരിച്ച് പുതിയ ബിൽ പാസാക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ വാഗ്ദാനം. ബിൽ യാഥാർത്ഥ്യമാക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് 2017 ഏപ്രിൽ മാസം പ്ലാച്ചിമട സമരസമിതി സമരം നടത്തിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ ബില്ലിന്റെ കാര്യത്തിൽ 6 മാസത്തിനകം പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ 1.5 വർഷമായിട്ടും സർക്കാർ അലംഭാവം തുടരുകയാണെന്ന് സമരസമിതി ആരോപിച്ചു. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞു. 6 മാസം പോയിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇതിൽ യാതൊരു നടപടികളും തന്നെ നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നതും ഈ കൊക്കക്കോളയെ സഹായിക്കുന്ന ഒരു നിലപാടായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നതാണ്. പ്ലാച്ചിമടയിൽ പുതിയ സംരംഭം തുടങ്ങാനുള്ള കൊക്കക്കോളയുടെ നീക്കം വീണ്ടും വിവാദമായ സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജനുവരി 24-ന് സമരസമിതി യോഗം ചേരും. നഷ്ടപരിഹാരം ലഭിക്കാതെ പ്ലാച്ചിമടയിൽ ഒരു പദ്ധതിയും അംഗീകരിക്കില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. ന്യൂസ് 18 പാലക്കാട്. വടക്കാഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിലെ കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണവും സ്തംഭിച്ചു. നിർമ്മാണ കമ്പനിക്ക് പണം ലഭിക്കാത്തതാണ് പണികൾ നിർത്തിവെക്കാൻ കാരണം. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത KMC ഗ്രൂപ്പ് കുതിരാനിൽ തുരങ്കപാത നിർമ്മിക്കുന്ന പ്രഗതി കമ്പനിക്ക് കുടിശ്ശിക വരുത്തി. ഇതാണ് പ്രതിസന്ധിക്ക് കാരണം. 963 മീറ്റർ നീളമുള്ള 2 തുരങ്കങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ 1-ാം തുരങ്കത്തിന്റെ നിർമ്മാണം 90% പൂർത്തിയായി. കഴിഞ്ഞ മഴക്കാലത്ത് 1-ാം തുരങ്കത്തിന്റെ പ്രവേശന ഭാഗത്ത് മണ്ണിടിഞ്ഞിരുന്നു. എന്നാൽ കുടിശ്ശിക കിട്ടാത്തതിനാൽ ഇത് മാറ്റാൻ കമ്പനി തയ്യാറായില്ല. 45 കോടി രൂപ കിട്ടാനുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. നമുക്ക് ടോട്ടൽ ചെയ്തെടുക്കാൻ മാക്സിമം 4 മാസം. എല്ലാ ടണലും ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി 4 മാസം. സാമ്പത്തിക പ്രതിസന്ധി. ബാങ്കിൽ നിന്ന് പൈസ KMCക്ക് കിട്ടിയിട്ടില്ല. അതാണ് അതിന്റെ യഥാർത്ഥ കാരണം. 2-ാം തുരങ്കത്തിൽ വൈദ്യുതീകരണം, ഡ്രെയിനേജ്, ടാറിംഗ്, സുരക്ഷാ വേലി എന്നിവ പൂർത്തിയാവണം. ഇതിനു പുറമെ തുരങ്കവും പാലവുമായി ബന്ധിപ്പിക്കുന്ന പ്രവൃത്തികളുമുണ്ട്. എന്നാൽ കുടിശ്ശിക കിട്ടാതെ നിർമ്മാണം പുനരാരംഭിക്കില്ലെന്ന നിലപാടിലാണ് കമ്പനി. ഈ മാസം അവസാനം പണം നൽകാമെന്നാണ് കരാർ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. പണം ലഭിച്ചാൽ 3 മാസത്തിനകം തുരങ്കപാത പൂർത്തിയാക്കാമെന്ന് കമ്പനി പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം അവസാനിപ്പിച്ചതിനെ ചൊല്ലി BJPക്കുള്ളിൽ ഭിന്നത രൂക്ഷം. തുടർ സമരം പ്രഖ്യാപിക്കാതെ നിരാഹാര സമരം പിൻവലിച്ചതിനും സമരം പരാജയമായിരുന്നു എന്ന തരത്തിൽ പാർട്ടി അധ്യക്ഷൻ നടത്തിയ പരാമർശത്തിനും എതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുയരുന്നുണ്ട്. V മുരളീധരനും K സുരേന്ദ്രനും അവസാന ദിവസം വിട്ടുനിന്നതോടെ ഭിന്നത പരസ്യമായി. ശബരിമല സമരത്തിൽ തുടക്കം മുതൽ തന്നെ സംസ്ഥാന BJPയിൽ ഭിന്നതയുണ്ട്. BJP നടത്തിയ സമരങ്ങൾ മറ്റ് സംഘപരിവാർ സംഘടനകൾ ഹൈജാക്ക് ചെയ്തെന്നായിരുന്നു വിമർശനം. ഭക്തരെ തടഞ്ഞതിന് അറസ്റ്റിലായ K സുരേന്ദ്രനെ പാർട്ടി അവഗണിച്ചെന്ന പരാതി V മുരളീധര പക്ഷം ഉയർത്തിയതോടെ ഭിന്നിപ്പ് രൂക്ഷമായി.
സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ച രീതിയിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. തുടർ സമരം പ്രഖ്യാപിക്കാതെ സമരം അവസാനിപ്പിച്ചത് ശരിയല്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. വി മുരളീധരനും കെ സുരേന്ദ്രനും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതോടെ ഭിന്നത പരസ്യമായി. അതേസമയം സമരം പ്രഖ്യാപിച്ചപ്പോൾ ഉയർത്തിയ ആവശ്യങ്ങൾക്ക് പ്രസക്തിയില്ലാതായ സാഹചര്യത്തിലാണ് നിരാഹാര സമരം പിൻവലിച്ചതെന്നാണ് മറുവിഭാഗത്തിന്റെ വാദം. നിരാഹാര സമരം പൂർണ്ണ വിജയമല്ലായിരുന്നു എന്ന തരത്തിൽ പാർട്ടി അധ്യക്ഷൻ നടത്തിയ പരാമർശത്തോടും മുരളീധര പക്ഷത്തിന് എതിർപ്പുണ്ട്. ശബരിമല വിഷയത്തെ മുൻനിർത്തി പാർട്ടി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കത്തെ പിന്നോട്ടടിക്കുന്നതാണ് PS ശ്രീധരൻപിള്ളയുടെ നിലപാടെന്നാണ് വിമർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. രവി പൂജാര വീണ്ടും തന്നെ ഭീഷണിപ്പെടുത്തുന്നതായി നടി ലീന മരിയ പോൾ പോലീസിന് മൊഴി നൽകി. കൊച്ചിയിൽ വെടിവെപ്പ് നടന്ന ബ്യൂട്ടി പാർലറിന്റെ ഉടമയായ ലീന മരിയ പോൾ ഇത് രണ്ടാം തവണയാണ് പോലീസിന് മുന്നിൽ ഹാജരായി മൊഴി നൽകുന്നത്. അഭിഭാഷകന്റെ വീട്ടിൽ വെച്ച് അന്വേഷണ സംഘം വിശദമായി മൊഴി രേഖപ്പെടുത്തി. 3 ആഴ്ച മുൻപ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടുവെങ്കിലും ലീന ഹാജരായിരുന്നില്ല. തുടർന്ന് പോലീസ് ലീനയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. രവി പൂജാരിയുമായി എന്തിടപാടാണ് ഉള്ളത് എന്ന കാര്യത്തിൽ നേരത്തെ മൊഴിയെടുത്തപ്പോഴും കൃത്യമായ വിശദീകരണം ഉണ്ടായിരുന്നില്ല. അതിനാലാണ് വീണ്ടും വിളിപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. KSRTC കണ്ടക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എത്ര കണ്ടക്ടർമാരുടെ ഒഴിവുകൾ നിലവിലുണ്ട് എന്നതിൽ വ്യക്തമായ കണക്കുകൾ കോടതി ആവശ്യപ്പെട്ടിരുന്നു. PSC ശുപാർശ ചെയ്തവരിൽ 110 പേരുടെ വിശദാംശങ്ങൾ ലഭ്യമായില്ല എന്ന KSRTCയുടെ വിശദീകരണം കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇവയടക്കം കണ്ടക്ടർ നിയമനത്തിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമാക്കാനും ഉത്തരവിട്ടിരുന്നു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടന്ന പ്രതിപക്ഷ ഐക്യനീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ BJP. ബംഗാളിലെ 42 ലോക്സഭാ മണ്ഡലങ്ങളിലും ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം നടത്തും. അതേസമയം ഐക്യറാലിയുടെ വിജയത്തിൽ കോൺഗ്രസിനും CPM-നും ആശങ്കയുണ്ട്. BJP വിരുദ്ധ മുദ്രാവാക്യമുയർത്തി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി സംഘടിപ്പിച്ച പ്രതിപക്ഷ ഐക്യറാലി കൂറ്റൻ ശക്തിപ്രകടനമായി മാറിയ സാഹചര്യത്തിലാണ് BJP പുതിയ തന്ത്രം പയറ്റുന്നത്. ബംഗാളിലെ 42 ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ എന്നിവരടക്കം ദേശീയ നേതാക്കൾ അണിനിരക്കുന്ന യോഗങ്ങൾ നടത്താനാണ് പാർട്ടി തീരുമാനം. അമിത്ഷായുടെ റാലികൾക്ക് നാളെ തുടക്കമാകും. ജനുവരി 28, 31, ഫെബ്രുവരി 8 തീയതികളിൽ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് പര്യടനം നടത്തും. സമാപന സമ്മേളനത്തിൽ പരമാവധി ദേശീയ നേതാക്കളെ അണിനിരത്തും. അതേസമയം പ്രതിപക്ഷ ഐക്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിലും മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ നീക്കത്തോട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് വിയോജിപ്പുണ്ട്. മഹാസഖ്യത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയാലും മമതാ ബാനർജി, മായാവതി, അഖിലേഷ് യാദവ് എന്നിവർ നേടുന്ന സീറ്റുകളുടെ എണ്ണം ഭാവിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രതിപക്ഷ സഖ്യത്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാനാകാത്തത് തിരിച്ചടിയാകുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പ്രതിപക്ഷ ഐക്യത്തെ പിന്തുണയ്ക്കുന്ന CPM-നെയും മമതയുടെ നീക്കം വെട്ടിലാക്കിയിരിക്കുകയാണ്. BJP-യെ പോലെ തൃണമൂൽ കോൺഗ്രസിനും ജനാധിപത്യ വിരുദ്ധ സ്വഭാവമാണെന്ന് വിമർശിക്കുന്ന CPM-ന് മമതയുടെ നേതൃത്വത്തെ അംഗീകരിക്കാനാവില്ല. ആജന്മശത്രുവായ മമതയെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയാൽ BJP-ക്കെതിരെ എന്തു ബദൽ മുന്നോട്ടുവെക്കും എന്നതാണ് CPM-ന്റെ പ്രതിസന്ധി. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. 15ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന് ഇന്ന് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ തുടക്കമാകും. സമ്മേളനം നാളെ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസമായ ജനുവരി 9-നാണ് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത്. എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ആഘോഷ പരിപാടികളുടെ സമയക്രമത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയത് എന്ന് വിമർശനമുണ്ട്. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തുടരുന്നതിനിടെയാണ് പ്രവാസി ഭാരതീയ ദിവസിന് തുടക്കമാകുന്നതും. എന്നാൽ പ്രവാസി ഭാരതീയ ദിവസിൽ മറ്റു പരിപാടികൾ കൂടി ഉൾപ്പെടുത്തുന്നതിനാണ് സമ്മേളനം നീട്ടിവെച്ചതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. പ്രവാസി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് കുംഭമേളയിലും റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിലും പങ്കെടുക്കാനാകും. ദില്ലിയിൽ നിന്നും പ്രത്യേക തീവണ്ടികളിലാണ് പ്രവാസികളെ വാരാണസിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഉത്സവ സമാനമായ അന്തരീക്ഷത്തിൽ പ്രത്യേക ഗ്രാമം തന്നെയാണ് സമ്മേളനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജരായ ജനപ്രതിനിധികളുടെ പ്രത്യേക സമ്മേളനവും ഇത്തവണ നടക്കുന്നുണ്ട്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 23-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവാസി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി.
അമേരിക്കയിൽ തുടരുന്ന ഭരണസ്തംഭനം ഒരു മാസം പിന്നിടുന്നു. മെക്സിക്കൻ അതിർത്തിയിലെ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഭരണസ്തംഭനത്തിന്റെ തുടക്കം. ട്രഷറി സ്തംഭനം ഒഴിവാക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം ഡെമോക്രാറ്റുകൾ തള്ളി. ഭരണസ്തംഭനം ഒഴിവാക്കുവാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പോട്ടുവച്ച ഒത്തുതീർപ്പ് പദ്ധതിയാണ് പ്രതിപക്ഷം തള്ളിയത്. രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാർക്കായി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നും ട്രംപ് അറിയിച്ചെങ്കിലും യുഎസ് മെക്സിക്കോ അതിർത്തിയിൽ $570 കോടി മതിൽ നിർമ്മിക്കുമെന്ന നയത്തിൽ ട്രംപ് ഉറച്ചുനിന്നതാണ് ഒത്തുതീർപ്പ് തർക്കം പാളിയത്. മതിൽ നിർമ്മാണം ദൂർത്താണെന്നും പണം അനുവദിക്കാനാകില്ലെന്നുമാണ് ഡെമോക്രാറ്റുകളുടെ നിലപാട്. ഇതോടെ ഡിസംബർ 22 ആരംഭിച്ച ട്രഷറി സ്തംഭനം 30 ദിവസം പിന്നിടുകയാണ്. ട്രഷറി സ്തംഭനത്താൽ 8 ലക്ഷം സർക്കാർ ജീവനക്കാരാണ് ശമ്പളമില്ലാതെ വലയുന്നത്. ഡെമോക്രാറ്റുകളുടെ എതിർപ്പ് മറികടന്ന് ബിൽ പാസാക്കാനുള്ള ഭൂരിപക്ഷം ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇല്ലാത്തതാണ് ട്രഷറി സ്തംഭനത്തിന്റെ പ്രധാന കാരണം. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. മെക്സിക്കോയിലെ ഹിഡാൽഗോയിൽ എണ്ണമോഷണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 79 ഉയർന്നു. 71 പേർക്ക് പരിക്കേറ്റു. സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രീമെക്സ് കമ്പനിയുടെ പൈപ്പ് ലൈൻ വെള്ളിയാഴ്ച രാത്രിയിലാണ് പൊട്ടിത്തെറിച്ചത്. പ്രദേശവാസികൾ പൈപ്പിൽ ദ്വാരമിട്ട് എണ്ണ ചോർത്തുന്നതിനിടെയായിരുന്നു ദുരന്തം. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ മസാസോ നൊനാഗെ അന്തരിച്ചു. ജപ്പാൻ സ്വദേശിയായ അദ്ദേഹത്തിന് 113 വയസ്സായിരുന്നു പ്രായം. സ്പെയിൻകാരനായ ഫ്രാൻസിസ്കോ ന്യൂനസ് ഒലിവേര കഴിഞ്ഞ വർഷം അന്തരിച്ചതിനെ തുടർന്ന് നൊനാഗെയ്ക്ക് ലോകമുത്തച്ഛൻ പദവി ലഭിച്ചിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബംഗളൂരുവിൽ ജയിലിൽ കഴിയുന്ന VK ശശികലയ്ക്ക് വീണ്ടും VVIP പരിഗണന. 5 മുറികളും പ്രത്യേക പാചകക്കാരിയും നിയന്ത്രണങ്ങളില്ലാതെ സന്ദർശകർക്കുള്ള അനുമതിയിലുമാണ് ശശികല ശിക്ഷാവിധി അനുഭവിക്കുന്നത് എന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. വിവരാവകാശ പ്രവർത്തകനായ നരസിംഹമൂർത്തിയാണ് പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലെ ശശികലയുടെ സുഖവാസം വെളിപ്പെടുത്തിയത്. ശശികലക്കായി TV, വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്ന നോൺവെജ് ഭക്ഷണം, പാചകം ചെയ്യുന്നതിനായി സഹായി എന്നുകൂടാതെ 5 മുറികളും ജയിൽ അധികൃതർ നൽകിയിട്ടുണ്ട്. ശശികലയെ സന്ദർശിക്കുന്നതിനായി ബന്ധുക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും 3 മുതൽ 4 മണിക്കൂർ വരെ സമയം ജയിൽ അധികൃതർ നൽകുന്നുണ്ടെന്നും നരസിംഹമൂർത്തി ആരോപിക്കുന്നു. ഇതിനായി ശശികല ജയിൽ അധികൃതർക്ക് 2 കോടി രൂപ വരെ കൈക്കൂലി നൽകിയതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ശശികലക്ക് ജയിലിൽ VIP പരിഗണന നൽകുന്നത് സംബന്ധിച്ച് നേരത്തെ DIG രൂപ ആരോപണം ഉയർത്തിയിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. CPM കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി P. ശശി പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തുന്നു. ശശി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാർട്ടിയിൽ വീണ്ടും ശക്തനാകുന്നതിന്റെ സൂചനയാണ്. ലൈംഗികാരോപണ കേസിൽ കുറ്റവിമുക്തനാക്കിയതോടെ ശശി കഴിഞ്ഞ ജൂലൈയിലാണ് പാർട്ടിയിൽ തിരിച്ചെത്തിയത്. തലശ്ശേരിയിൽ ചേർന്ന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ സമ്മേളനം P. ശശിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ്. യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരുമ്പോഴാണ് പുതിയ ചുമതല പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റായ K. അജിത് കുമാർ മാറിയാണ് P. ശശി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിനോദ് കുമാറാണ് പുതിയ യൂണിയൻ സെക്രട്ടറി. ഘട്ടം ഘട്ടമായി P. ശശി നേതൃരംഗത്തേക്ക് വരുന്നതിന്റെ സൂചന കൂടിയാണ് പദവി. CPM സംസ്ഥാന സമിതി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന P. ശശി ഗുരുതരമായ ആരോപണത്തെ തുടർന്നാണ് 2011 ജൂലൈയിൽ പാർട്ടിയിൽ നിന്നും പുറത്താകുന്നത്. അച്ചടക്ക നടപടിക്ക് ശേഷവും CPM നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. TP വധക്കേസ്, കതിരൂർ മനോജ് വധക്കേസ് എന്നിവ അടക്കമുള്ള കേസുകളിൽ പാർട്ടി പ്രവർത്തകർക്കായി കോടതിയിൽ ഹാജരാകുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചുവരാനുള്ള താൽപര്യം P. ശശി നേതാക്കളെ അറിയിച്ചിരുന്നു. തലശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കണമെന്ന ശശിയുടെ അപേക്ഷ പരിഗണിച്ചാണ് കഴിഞ്ഞ ജൂലൈയിൽ പാർട്ടി തിരിച്ചെടുത്തത്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് CPMന്റെ പുതിയ നീക്കം. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന വിമാന കമ്പനികളുടെ മേധാവികളുമായി മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. വിമാന സർവീസുകൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് ചർച്ച. സംസ്ഥാനത്തെ വിമാനത്താവള അധികൃതരും കേന്ദ്ര സർക്കാർ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. താജ് ഹോട്ടലിൽ രാവിലെ 11-നാണ് ചർച്ച. അഗസ്ത്യാർകൂട യാത്രയ്ക്കായി നിയമപോരാട്ടം നടത്തിയ വനിതാ കൂട്ടായ്മ ട്രെക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തി. 50 വയസ്സ് പിന്നിട്ട 3 പേർ ഉൾപ്പെടെ 9 അംഗ വനിതാ സംഘമാണ് മല കയറിയത്. അവർ 9 പേർ അഗസ്റ്റിനെ കണ്ടു. നീണ്ട കാത്തിരിപ്പുകൾക്കും നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ ഈ പെൺകൂട്ടായ്മ ആ ദൗത്യം പൂർത്തിയാക്കി. വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന 9 അംഗ സംഘമാണ് അഗസ്ത്യമല കീഴടക്കിയത്. 18-ന് ആരംഭിച്ച ട്രെക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി ഇന്നലെ ഇവർ തിരിച്ചെത്തി. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് 2-3 വർഷമായി നടത്തിയ ഫൈറ്റിന്റെ ഒരു വിജയം. നിരവധി വെല്ലുവിളികൾ നേരിട്ട് ആയാസകരമായ യാത്രാവഴികൾ ചങ്കുറപ്പോടെ നേരിട്ട
പെൺകൂട്ടായ്മ. അഗസ്ത്യകൂടം കയറിയിരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി 1 വർഷം ആവുന്നതിന് മുമ്പ് ഞങ്ങളിപ്പോൾ അഗസ്ത്യകൂടം കയറി ഇറങ്ങി എന്നുള്ളതാണ് ആ ഗ്രൂപ്പിലുള്ള 9 പേരും. അഗസ്ത്യകൂടത്തിലേക്ക് വനിതാ പ്രവേശനം നേടിയെടുത്തത് ഈ വനിതകളാണ്. അഗസ്ത്യനെ കാണാമെന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒന്നിച്ചവർക്ക് മുന്നിൽ സർക്കാർ കൈമലർത്തി. ഒടുവിൽ നിയമ പോരാട്ടത്തിലൂടെ ഇവർ മല കയറി. അപ്പോൾ അത്രയും നമ്മളൊരു മെഡിറ്റേറ്റീവ് ലെവൽ അങ്ങനത്തെ ആ ഒരു അവസ്ഥയിലോട്ട് അതെല്ലാം സ്ത്രീകൾക്ക് മാത്രം നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ അതിപ്പോൾ മാറിയതിൽ, ഇത്രയും ശക്തമായ പോരാട്ടത്തിലൂടെ മാറിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. 9 അംഗ സംഘത്തിൽ 50 വയസ്സ് പിന്നിട്ട 3 പേരുണ്ടായിരുന്നു. നിശ്ചയദാർഢ്യം മാത്രമാണ് ഇവരെ മലമുകളിലെത്തിച്ചത്. വരും ദിവസങ്ങളിൽ ഈ കൂട്ടായ്മയിലെ കൂടുതൽ വനിതകൾ മല കയറും. ന്യൂസ് 18 തിരുവനന്തപുരം. നാടിനെ ഞെട്ടിച്ച ചിന്നക്കനാൽ ഇരട്ടക്കൊലപാതക കേസിൽ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് സസ്പെൻഷൻ. കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയെന്നാരോപിച്ചാണ് ജില്ലാ പോലീസ് മേധാവി 5 അന്വേഷണ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. 2 ASIമാർ അടക്കം കേസ് തെളിയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായത് പ്രതികാര നടപടിയാണ് എന്ന ആരോപണം ഉയർന്നുകഴിഞ്ഞു. ഇടുക്കി നടുപ്പാറയിൽ എസ്റ്റേറ്റ് ഉടമ ജേക്കബ് വർഗീസ്, തൊഴിലാളിയായ മുത്തയ്യ എന്നിവർ കൊല്ലപ്പെട്ട കേസിൽ സാഹസികമായാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. മുഖ്യപ്രതി ബോബിനെ മധുരയിൽ നിന്നാണ് പിടിച്ചത്. പ്രതിക്ക് സഹായം നൽകിയവരും പിടിയിലായിരുന്നു. കൊലപാതക വിവരം പുറത്തറിഞ്ഞ് 5-ാം ദിവസം തന്നെ പ്രതികളെ പിടികൂടിയ സംഘത്തിന് പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സസ്പെൻഷനാണ്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. രാജാക്കാട് ASI CV ഉലഹന്നാൻ, വെള്ളത്തൂർ ASI സജി എൻ പോൾ, ARCPO സനീഷ്, CPOമാരായ ഓമനക്കുട്ടൻ, രമേശ് എന്നിവരെയാണ് SP സസ്പെൻഡ് ചെയ്തത്. പ്രതിയുടെ ചിത്രവും വിവരങ്ങളും മാധ്യമങ്ങൾക്ക് നൽകിയതിനാണ് നടപടി. പ്രതി പിടിയിലായ വിവരം മാധ്യമങ്ങളെ അന്വേഷണ സംഘം അറിയിച്ചതിൽ SP അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. SP മാധ്യമങ്ങളെ കാണാൻ തയ്യാറായതുമില്ല. പിന്നാലെയാണ് അച്ചടക്ക നടപടി. രാജാക്കാട് SI PD അനുമോനെതിരെ വകുപ്പുതല നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട്. നിരവധി കേസുകൾ തെളിയിച്ച സമർത്ഥരായ ഉദ്യോഗസ്ഥരാണ് സസ്പെൻഷനിലായിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. പാലിയേറ്റീവ് പരിചരണത്തിൽ കഴിയുന്ന രോഗികൾക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ച് ക്യൂരിയോസ് കാർണിവൽ. പ്രദർശനങ്ങൾക്കൊപ്പം സംവാദങ്ങളും കലാപരിപാടികളും കാർണിവലിന്റെ ഭാഗമായി നടത്തി. പാലിയേറ്റീവ് പരിചരണം ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനാണ് കാർണിവൽ നടത്തുന്നത്. ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാനാവാതെ ചക്രക്കസേരകളിലും കിടപ്പിലുമായി ജീവിതം തള്ളി നീക്കുന്നവർ, സാന്ത്വന പരിചരണം കൊണ്ട് മാത്രം ജീവിതം കഴിച്ചുകൂട്ടുന്നവർ, അവർക്കിടയിലാണ് ഈ നിറമുള്ള ഉത്സവം. ആഘോഷങ്ങൾ അന്യമാകുന്ന വിഭാഗത്തിനും ക്യൂരിയോസ് കാർണിവലിലൂടെ അത് സാധ്യമായതിന്റെ സന്തോഷം. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു ഏറ്റവും വലിയൊരു അവസരമാണ്. നല്ല പരിപാടിയാണ്. ഒരുപാട് ആളുകളെ പരിചയപ്പെടാനായി, പിന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ക്യൂരിയോസ് കാർണിവൽ പേര് പോലെ തന്നെ അത്ഭുതമാണ്. നിറക്കൂട്ടുകൾ കൊണ്ടുള്ള സ്വീകരണമാണ് കാർണിവൽ പരിസരം മുഴുവനും. ോളം സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 50ഓളം സ്റ്റാളുകളുമുണ്ട്. ഒപ്പം സാന്ത്വന പരിചരണത്തിൽ കഴിയുന്നവരുടെ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നു. ഒരു കാർണിവലാണ്. നമ്മൾ സെലിബ്രേറ്റിംഗ് ലൈഫ്, ജീവിതം ആഘോഷിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതിലേക്കാണ് ഒരു മെസ്സേജ് കഴിയുന്നത്ര ആൾക്കാരിൽ എത്തിക്കുക. ഇവിടെ എത്തുന്നവർക്കെല്ലാം കലാമികവ് പ്രകടിപ്പിക്കാനും അവസരമുണ്ട്. ഓരോ ദിവസവും കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. CBI ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ചതിനെതിരായ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രശാന്ത് ഭൂഷന്റെ നേതൃത്വത്തിലുള്ള സംഘടന കോമൺ കോസാണ് ഹർജിക്കാർ. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. നിയമനങ്ങളിൽ സുതാര്യതയില്ല എന്നാരോപിച്ചാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. ചിത്രകലാ വിദ്യാർത്ഥികളുടെ സംഘവുമായി വർണ്ണ ചിത്രരചനാ മത്സരം. കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ നടത്തിയ മത്സരത്തിൽ പങ്കെടുത്തത് 1500ഓളം കുരുന്നു പ്രതിഭകളാണ്. പ്രത്യേക പ്രമേയങ്ങളില്ല. ഇഷ്ടമുള്ള വിഷയം പേപ്പർ ക്യാൻവാസിൽ വരച്ചിടാം. നിശ്ചിത സമയപരിധിയില്ലാതെ ആവശ്യമുള്ള സമയമെടുത്ത് വരച്ചു തീർക്കാം. വർണ്ണങ്ങൾ ചേർത്ത് മികവുറ്റതാക്കാം. എല്ലാം കൊണ്ടും വേറിട്ട് നിന്നതായിരുന്നു കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ നടന്ന വർണ്ണം ചിത്രരചനാ മത്സരം. ഒരാള് മീൻ പിടിക്കുന്നു, കോഴിയും കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതായിട്ട്. മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ചിടാനുള്ള ശ്രമത്തിലായിരുന്നു ഈ പ്രതിഭകൾ. നഴ്സറി മുതൽ ഹൈസ്കൂൾ ക്ലാസുകളിൽ പഠിക്കുന്നവർ വരെ ഈ കൂട്ടത്തിലുണ്ട്. വിവിധ വിഭാഗങ്ങളിൽ
1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് സ്വർണം, വെള്ളി, വെങ്കല മെഡലുകളാണ് സമ്മാനിക്കുന്നത്. എല്ലാ സ്കൂളിലേക്കും ലെറ്റർ അയച്ച് നോട്ടീസും കാര്യങ്ങളും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അയച്ചിട്ടാണ് കുട്ടികൾ എത്തിച്ചേരുന്നത്. കണ്ണഞ്ചേരിയിലെ ഗണേഷ് കലാസമിതിയാണ് മത്സരത്തിന്റെ സംഘാടകർ. ഇത് തുടർച്ചയായ 26 വർഷമാണ് കുട്ടികളുടെ ചിത്രരചനാ മത്സരം നടത്തുന്നത്. ഇക്കുറി 1500-ലേറെ പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തി. ന്യൂസ് 18 കോഴിക്കോട്. പുസ്തക പയറ്റ് നടത്തി കൊണ്ടോട്ടി കാവന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ. ക്ലാസ് ലൈബ്രറി സജ്ജീകരിക്കാനാണ് വിദ്യാർത്ഥികൾ പുസ്തക പയറ്റ് സംഘടിപ്പിച്ചത്. ഓരോ ക്ലാസുകളിലും ക്ലാസ് ലൈബ്രറി എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും പുസ്തകത്തോട് ആഭിമുഖ്യമുണ്ടാക്കുന്നതിനും വേണ്ടിയാണ് പുസ്തക പയറ്റ് എന്ന പരിപാടി ഒരുക്കിയത്. രക്ഷിതാക്കളും കുട്ടികളും പുസ്തകങ്ങൾ വാങ്ങി പ്രത്യേകം സജ്ജീകരിച്ച അതാത് ക്ലാസുകളുടെ കൗണ്ടറുകളിൽ ഏൽപ്പിക്കും. പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റിക്കർ പതിച്ച് അതിൽ പുസ്തകം നൽകിയ കുട്ടിയുടെയും രക്ഷിതാവിന്റെയും പേര് രേഖപ്പെടുത്തും. രജിസ്റ്ററിൽ പുസ്തകങ്ങൾ രേഖപ്പെടുത്തി അതാത് ക്ലാസുകളിലേക്ക് നൽകും. പുസ്തകങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി കുട്ടിക്കും രക്ഷിതാവിനും വായിക്കാൻ അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കുട്ടിക്കും 2-ൽ കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങുമ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടിക്ക് തന്നെ 100-ൽ പരം പുസ്തകങ്ങൾ വായിക്കാൻ അവസരം കിട്ടുന്നു. വായന വളരുക എന്ന ലക്ഷ്യത്തോടു കൂടി മൊബൈലുകളുടെയും മറ്റു ആധുനിക രീതിയിലേക്ക് കുട്ടികൾ കാലഘട്ടം മുന്നേറുന്നതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള ശീലം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മികച്ച ഒരു പദ്ധതി ഞങ്ങൾ ഇതോടൊപ്പം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഈ പുസ്തക പയറ്റ് എന്ന പരിപാടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുസ്തകം വായിച്ചതിനു ശേഷം കുട്ടികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും വായനാക്കുറിപ്പ് മത്സരങ്ങളും ക്ലാസ് അടിസ്ഥാനത്തിൽ മാഗസിൻ മത്സരങ്ങളും നടത്താനാണ് തീരുമാനം. ന്യൂസ് 18 കൊണ്ടോട്ടി. മയ്യഴിയുടെ ധീരം എം മുകുന്ദനെ ആദരിച്ചു. സബർമതി ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് മുകുന്ദയാനം എന്ന പരിപാടി ഒരുക്കി എഴുത്തുകാരനെ ആദരിച്ചത്. മുകുന്ദന്റെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ചേർന്നുള്ള ലൈറ്റ് സൗണ്ട് ഷോയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ലെസ്ലി സാഹിബും മദാമയും ചന്ദ്രികയും കുറുമ്പിയമ്മയും മയ്യഴിപ്പുഴയുടെ തീരത്തെത്തി. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ എം മുകുന്ദനെ നാടാദരിച്ചപ്പോൾ ചടങ്ങിന് മാറ്റുകൂട്ടിയത് പ്രിയ കഥാപാത്രങ്ങൾ. ചെറിയ നാടിന്റെ ചെറിയ എഴുത്തുകാരനാണ് താനെന്ന് മുകുന്ദൻ. ചെറിയ മനുഷ്യരെക്കുറിച്ചാണ് എഴുതിയത്. അവരാണ് നാടിന്റെ സമ്പത്ത്. എല്ലാവരും കാത്തിരുന്ന ദാസന്റെയും ചന്ദ്രികയുടെയും വിവാഹം മരണാനന്തരം നടന്നെന്നും എം മുകുന്ദൻ. ചെറിയ നാട്ടിലെ ഒരു ചെറിയ എഴുത്തുകാരൻ, അതാണ് ഞാൻ. പിന്നെ ഞാനെന്നുള്ള എഴുത്തുകാരൻ എനിക്ക് തോന്നുന്നത് അത് ഈ നാട് തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് ഭരണകാലത്തെ മയ്യഴി വീണ്ടും പുനർജനിച്ചു. കലാസംവിധായകൻ സന്തോഷ് രാമനാണ് പ്രദർശനം ഒരുക്കിയത്. പുതുച്ചേരി നിയമസഭാ സ്പീക്കർ വി വൈദ്യലിംഗം ഉൾപ്പെടെ ഭരണ കലാ സാംസ്കാരിക രംഗത്തുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി. ന്യൂസ് 18 കണ്ണൂർ.